പ്രശാന്ത് മോഹൻ, CK വിനീത്, സഹൽ അബ്ദുസ്സമദ്. എന്തുകൊണ്ടാണ് ഒരു സമയം ബ്ലാസ്റ്റേഴ്സിൽ പന്ത് തട്ടിയ ഈ മൂന്ന് താരങ്ങളെ ഇപ്പോൾ പറയുന്നത് എന്നത് ഞാൻ വിശദീകരിച്ചു തരാം. ഈ മൂന്ന് താരങ്ങളും തങ്ങളുടെ മോശം സമയത്ത് ആരാധകരുടെ വിമർശനങ്ങൾക്കും പരിഹാസങ്ങൾക്കും സാക്ഷിയായവരാണ്. എന്നാൽ ആ പട്ടികയിലേക്ക് മറ്റൊരു മലയാളി താരം കൂടെ ഇപ്പോൾ കടന്നു വരുന്നുണ്ട്. അതെ, രാഹുൽ KP. നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾക്ക് ഇരയാകുന്ന താരമാണ് രാഹുൽ KP എന്നതിൽ യാതൊരു സംശയവുമില്ല. ഒരു മലയാളി താരമായിട്ടും അയാളുടെ മോശം സമയങ്ങളിൽ സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം അയാളെ തളർത്തുന്ന പ്രവണത മോശമാണെന്ന് ഞാൻ പറയുകയുള്ളൂ. ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പെർഫോമൻസ് സമീപകാലത്ത് അയാളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നില്ലായിരിക്കാം. പക്ഷേ ഇങ്ങനെ രാഹുൽ ഒരു പട്ടി ഷോ ആണെന്നും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി വെറുതെ കളിക്കുകയാണെന്നൊക്കെ പറയുന്നവരോട് യാതൊരു അർത്ഥവുമില്ല എന്നതേ ഞാൻ പറയുകയുള്ളൂ. ഞാനൊരിക്കലും ആരാധകരെ മുഴുവൻ വിമർശിക്കുകയല്ല, മറിച്ച് ചില ആരാധകർ മാത്രമാണ് ഇത്തരത്തിലുള്ള പ്രവണതയിൽ ഏർപ്പെടുന്നത്. 2021-22 ISL 9ാം സീസൺ ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ 3ാം ഫൈനലിന് വേണ്ടി അണിഞ്ഞൊരുങ്ങിയ നിമിഷം. ഫട്ടോഡയിലെ ആ തണുത്ത രാത്രിയിൽ ഹൈദരാബാദ് FCയും കേരള ബ്ലാസ്റ്റേഴ്സും ഫൈനൽ വേദിയിൽ കൊമ്പുകോർക്കുന്നുണ്ട്. ഇരു ടീമും സമൃദ്ധമായി കളിക്കുന്ന ഫൈനൽ പോരാട്ടത്തിൽ പകച്ചു നിൽക്കുന്ന ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒരു തൃശ്ശൂർക്കാരൻ അവിടെ രക്ഷകനായി അവതരിക്കുന്നൊരു നിമിഷമുണ്ട്. മത്സരത്തിൻ്റെ 68ാം മിനിറ്റിൽ ജീക്സൺ സിംഗിൽ നിന്നും ലഭിച്ച പന്തുമായി സോളോ റൺ നടത്തുന്ന രാഹുൽ KP അയാളെ തടയാൻ മുമ്പിൽ വൻമതിൽ കെട്ടിയ ഹൈദരാബാദ് ഡിഫൻഡർമാരെ ഒരു നിമിഷം കബളിപ്പിച്ചുകൊണ്ട് സിക്സ് ബോക്സിന്റെ വെളിയിൽ നിന്ന് ഒരു തണ്ടർ ഷോട്ട്. ഹൈദരാബാദ് ഗോൾ കീപ്പർ കട്ടിമണിക്ക് ഒന്ന് നോക്കി നിൽക്കാൻ മാത്രമേ അന്ന് സാധിച്ചിരുന്നുള്ളൂ. എന്നാൽ നിർഭാഗ്യവശാൽ ആ ഫൈനലിലും ബ്ലാസ്റ്റേഴ്സിന് തോറ്റുമടങ്ങാൻ മാത്രമായിരുന്നു വിധി. ISL 11ാം സീസണിന്റെ ആദ്യ മത്സരത്തിൽ രാഹുൽ മിക്കാലിസ് ടെഹേറ എന്ന പുതിയ പരിശീലകന്റെ കീഴിൽ ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചെങ്കിലും അയാളുടെ പ്രകടനത്തിൽ ആരാധകർ തൃപ്തരല്ല എന്നതാണ് വാസ്തവം. 2019 മുതൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗമായി മാറിയ രാഹുൽ 6ാം സീസണായി ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പന്ത് തട്ടുന്നുണ്ട്. എന്നാൽ ഇത്ര കാലമായി രാഹുലിന്റെ കളി കാണുന്ന ഒരു ആരാധകന്റെ കാഴ്ചപ്പാടിൽ എനിക്ക് മനസ്സിലാകുന്നത് 4-3-3 എന്ന ഫോർമേഷനിൽ രാഹുലിന് കുറച്ചുകൂടെ തിളങ്ങാൻ കഴിയുമെന്നതാണ്. അതായത് പഞ്ചാബ് FCക്കെതിരെയുള്ള ആദ്യ മത്സരത്തിൽ സ്റ്റെഹേറ ആദ്യ പകുതി ടെസ്റ്റ് ചെയ്തത് 4-4-2 ആയിരുന്നു. അതിൽ വിങ്ങർമാരുടെ റോൾ മിഡ്ഫീൽഡർമാർക്ക് സമാനമായി RMF ആയും LMF ആയിട്ടും കളിക്കുക എന്നതാണ്. എന്നാൽ രണ്ടാം പകുതിയിലേക്ക് കളിയെത്തിയപ്പോൾ സ്റ്റെഹേറ തൻ്റെ പ്ലാനുകളിൽ ചില മാറ്റങ്ങൾ നടത്തുന്നുണ്ട്. അതിൽ 4-3-3 എന്ന ശൈലിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുമുണ്ട്. അങ്ങനെയാകുമ്പോൾ രാഹുലിന് കുറച്ചുകൂടെ ഫ്രീ ആയി സ്വതന്ത്രനായിക്കൊണ്ട് കളിക്കാൻ കഴിയുന്നതും നമ്മൾ കണ്ടതാണ്. കൂടാതെ സെക്കൻഡ് ഹാഫിൽ കുറച്ചുകൂടെ രാഹുലിൻ്റെ മാജിക് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അടുത്ത മത്സരത്തിൽ ഒരു ഗോൾ നേടിയാൽ മാത്രം മതിയാകും നമുക്ക് ആ പ്രൈം രാഹുലിനെ തിരിച്ചു കിട്ടാൻ. അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസവും കോൺഫിഡൻസും കൂടാൻ ആ ഗോൾ മാത്രം മതിയാകുമെന്നാണ് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നത്. അതിനായി നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അയാളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുകയും കുറച്ച് സമയം കാത്തിരിക്കുക ചെയ്യുകയും മാത്രമാണ്. ഒരുപക്ഷെ ഫോർമേഷൻ പ്രോബ്ലം മാത്രമാണ് രാഹുലിന് തിളങ്ങാൻ കഴിയാത്തതെങ്കിൽ വരും മത്സരങ്ങളിൽ രാഹുലിന് ഏറ്റവും സ്യൂട്ടായ 4-3-3 എന്ന ഫോർമേഷൻ പരിശീലകൻ ട്രൈ ചെയ്യുകയാണെങ്കിൽ രാഹുൽ തിളങ്ങാൻ കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓൾ ദ ബെസ്റ്റ് രാഹുൽ KP. സ്പോർട്സ് ഡെസ്ക്, ഫുഡ് ആൻഡ് ടൈം.